ആദ്യം ആറന്മുളയിലേക്ക് പോകുന്നു. ചരിത്ര പ്രസിദ്ധമായ ഉത്രട്ടാതി ജലമേളയ്ക്ക് തുടക്കം. 51 പള്ളിയോടങ്ങളാണ് ജലഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ആറന്മുളയിൽ നിന്ന് വിഷ്ണു സുരേഷും വിജയശങ്കറും ചേരും. ആദ്യം വിഷ്ണുവിലേക്ക്. വിഷ്ണു, അങ്ങനെ കരുനാഗങ്ങൾ കണക്കെ 51 പള്ളിയോടങ്ങൾ അണിനിരക്കുകയാണ്. വർണ്ണാഭമായ നയന മനോഹരമായ ജലഘോഷയാത്ര ആരംഭിക്കാറായോ? ഗോകുൽ, ഒരു വർഷത്തെ ആറന്മുളയുടെ കത്തിരിപ്പിൽ നിന്ന് അവസാനം അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. ഐതിഹ്യത്തിന്റെയും സാംസ്കാരികതയുടെയും അടയാളമായ പള്ളിയോടങ്ങൾ ഇങ്ങനെ പമ്പയിലേക്ക് എത്തിത്തുടങ്ങുകയാണ്. മുതവഴിയും ഓതറയും മല്ലപ്പുഴശ്ശേരിയും കീഴാറ്റൂരും വൻവഴിയുമെല്ലാം ഇങ്ങനെ പമ്പയാറ്റിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ജലഘോഷയാത്ര ആരംഭിക്കും. ഇത്തവണ 50 പള്ളിയോടങ്ങളാണ് മത്സരിക്കാനെത്തുന്നത്. 16 ഹീറ്റ്സുകൾ A-B ബാച്ചുകളിലായാണ് മത്സരം. B ബാച്ചിൽ 16 എണ്ണവും ബാക്കി A ബാച്ചിലുമായാണ് മത്സരം നടക്കുക. ഒരു പക്ഷേ ഇത് ഓരോ കരയുടെയും അടയാളങ്ങളായി എക്കാലത്തും പറയുന്ന പള്ളിയോടങ്ങൾ, അവരുടെ കൂട്ടായ്മ, അവരുടെ സ്നേഹമൊക്കെയാണ് ഓരോ പള്ളിയോടങ്ങളും കാത്തു നിൽക്കുന്നത്. ഈ ജലഘോഷയാത്രയാണ് ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യവിരുന്നൊരുക്കുന്നത്. അമരച്ചാർത്തെല്ലാം ചാർത്തി പള്ളിയോടങ്ങൾ ഇങ്ങനെ പമ്പയാറ്റിലൂടെ കുത്തിയെറിഞ്ഞ് തുഴയെറിഞ്ഞ് പോകുന്ന കാഴ്ച അത് അങ്ങേയറ്റം ദൃശ്യമനോഹരമാണ്. അത് കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായി കാത്തിരിക്കുകയാണ് ആറന്മുളയിലെ ആളുകളും അതോടൊപ്പം തന്നെ പത്തനംതിട്ട നിവാസികളും. ലോകത്തെവിടെയാണെങ്കിലും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് അന്നേ ദിവസം പമ്പയാറ്റിന്റെ കരയിലും ഈ പള്ളിയോടങ്ങൾക്കകത്തുമായി അവരുണ്ടാകും. ഇന്ന് അവരുടെ ദിവസമാണ്. സെപ്റ്റംബർ 5-ാം തീയതിയാണ് യഥാർത്ഥമായി നമ്മൾ ഓണം ആഘോഷിച്ചെങ്കിൽ ആറന്മുളക്കാർക്കും പത്തനംതിട്ടക്കാർക്കുമുള്ള ഓണം അത് ഈ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന ഈ ദിവസമാണ്. അവരുടെ ഏറെ നാളത്തെ ഈ കാത്തിരിപ്പിന്, അല്ലെങ്കിൽ അവരുടെ ഏറെ നാളത്തെ ആഘോഷത്തിനായുള്ള കത്തിരിപ്പിനാണ് ഇന്ന് വിരാമമാകുന്നത്. ഇനിയും ഒരു വർഷം അടുത്ത വള്ളംകളിക്ക് വേണ്ടിയുള്ള കത്തിരിപ്പ് അവർ ഇന്നേ തുടങ്ങും. മാലിപ്പുരകളിൽ നിന്ന് രാവിലെ തന്നെ പള്ളിയോടങ്ങൾ നീറ്റിലേക്ക് എത്തിയിരുന്നു. രാവിലെ പമ്പയിൽ ഒരു വെള്ളത്തിനൊരൽപ്പം കുറവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പമ്പയിൽ ജലനിരപ്പ് വർദ്ധിച്ചു തന്നെ വരികയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 50 പള്ളിയോടങ്ങളാണ് മത്സരത്തിനെത്തുക. മാരാമണ്ണ്, മേലുകര, മുണ്ടകാവ്, മുതവഴി, നെടുമ്പ്രയാർ, നെല്ലിക്കൽ, ഓതറ, പൂവത്തൂർ കിഴക്ക്, പൂവത്തൂർ പടിഞ്ഞാറ്, പ്രയാർ, പുല്ലുപുറം, പുതുകുളങ്ങര, റാന്നി, അങ്ങനെ നീളുന്നു ആ പട്ടിക. മല്ലപ്പുഴശ്ശേരി പോലുള്ള കരുത്തരുണ്ട്. ഇതിൽ മത്സരക്രമങ്ങൾ ആദ്യഘട്ടത്തിൽ 2023 വരെ ഒരേ താളത്തിൽ ഒരേ സ്വരത്തിൽ തുഴഞ്ഞു പാടിയെത്തുന്ന ആളുകൾ ആ ഹീറ്റ്സ് അങ്ങനെ തന്നെ ഫൈനലിലേക്ക് പോകുന്ന രീതിയായിരുന്നു. എന്നാൽ നിലവിൽ ഇതിനൊരു മത്സര സ്വഭാവം വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷം മുതൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ആരാണോ ഹീറ്റ്സിൽ ഫിനിഷ് ചെയ്യുന്നത് അവർ നേരെ ഫൈനലിലേക്ക് പോകുന്നു. ഒരു നെഹ്റു ട്രോഫി മാതൃകയിലേക്കൊക്കെ വള്ളംകളി, ഈ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ പാർത്ഥസാരഥിയെ വണങ്ങിക്കൊണ്ടുള്ള പാട്ടുകളൊക്കെ താളങ്ങളൊക്കെ പിടിച്ചുകൊണ്ടാണ് ഈ പള്ളിയോടങ്ങൾ ഇങ്ങനെ തുഴഞ്ഞു പോകുക. ചുണ്ടൻ വള്ളങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളും ഐതിഹ്യപ്പെരുമയും പള്ളിയോടങ്ങൾക്ക് പറയാനുണ്ട്. മൂന്നിൽ ഒരു ഭാഗം മാത്രം വെള്ളത്തിനോട് ചേർന്നിരിക്കുന്ന പള്ളിയോടങ്ങൾ. ആ പള്ളിയോടങ്ങൾ പല ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്നു, അഷ്ടദിക്പാലകരെയൊക്കെ പ്രതിനിധീകരിക്കുന്നു. അതിൻ്റെ അമരമടക്കമുള്ള കാര്യങ്ങൾ, സൂര്യനെയും ചന്ദ്രനെയും പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഐതിഹ്യത്തിൻ്റെ അടയാളങ്ങളാണ്, കരയുടെ അടയാളമാണ് ഓരോ പള്ളിയോടങ്ങൾ. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പള്ളിയോടങ്ങൾ അങ്ങനെ തുഴഞ്ഞ് ഇവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുകയാണ്. അല്പസമയത്തിനകം തന്നെ ജലമേള ആരംഭിക്കും. 16 ഹീറ്റ്സുകളിലായാണ് മത്സരം നടക്കുക. അത് കാണാൻ വേണ്ടി പമ്പയാറ്റിൻ്റെ കരകളിൽ വിശ്വാസികളും അതോടൊപ്പം തന്നെ മറ്റ് നാട്ടുകാരും ഒക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. അതൊരു വലിയ കാഴ്ച തന്നെയാണ്. ഈ പമ്പയാറ്റിൻ്റെ ഓളങ്ങളെ തഴുകിത്തലോടി ഇങ്ങനെ കുത്തിയെറിഞ്ഞ് വാശിയേറിയ പോരാട്ടത്തിലേക്കൊക്കെ ഈ പള്ളിയോടങ്ങളുടെ മത്സരം പോകുന്നത്. പതിയെ പാടിത്തുഴഞ്ഞു വരുന്ന പള്ളിയോടങ്ങൾ പിന്നീട് ഒരു അവസാനത്തോടെയൊക്കെ അടുക്കുമ്പോൾ യഥാർത്ഥ മത്സരവീര്യങ്ങൾ പുറത്തെടുക്കുന്നു. അങ്ങനെ സൗന്ദര്യത്തിൻ്റെയും കരുത്തിൻ്റെയും ഒക്കെ അടയാളമാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആ മത്സരങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യമന്ത്രിയും ആറന്മുള MLA-യുമായ വീണ ജോർജാണ്. നടൻ ജയസൂര്യ അടക്കമുള്ള ആളുകൾ പരിപാടിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അല്പസമയത്തിനകം തന്നെ ജലമേള ആരംഭിക്കും. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. AB ജയശങ്കർ കൂടിയുണ്ട്. ജയശങ്കർ, അങ്ങനെ കിഴക്ക് ഇടക്കുളം മുതൽ പടിഞ്ഞാറ് ചെന്നിത്തല വരെ 52 പള്ളിയോടങ്ങളുണ്ട്. അതിൽ ഇത്തവണ 50 പള്ളിയോടങ്ങളാണ് ജലമേളയുടെ ഭാഗമാകുന്നത്. ഒരു മത്സര വള്ളംകളി എന്നതിനപ്പുറത്തേക്ക് നെഹ്റു ട്രോഫിയോ അല്ലെങ്കിൽ മറ്റ് വള്ളംകളി മത്സരങ്ങളോ അപേക്ഷിച്ച് ഇതൊരു ആചാരത്തനിമയുടെയും ഒപ്പം ഒരു സാംസ്കാരിക നിറവിൻ്റെയും ജലഘോഷയാത്രയും ജലമേള എന്ന് തന്നെയാണ് പറയേണ്ടത്. ആറന്മുളക്കാരുടെ ഒരു വലിയ ആഘോഷമാണ്, പത്തനംതിട്ടക്കാരുടെ വലിയ ആഘോഷമാണ്. എങ്ങനെയാണ് ക്രമീകരണങ്ങൾ? എപ്പോഴാണ് ഈ മത്സര വള്ളംകളിയിലേക്ക് പോവുക? അതിന് ഇത്തവണത്തെ മാനദണ്ഡങ്ങൾ, ഒപ്പം
എങ്ങനെയാണ് ഈ ആറന്മുളയിലെ ജലമേളയും വള്ളംകളിയും മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത്? ഗോകുൽ, ഈ നെഹ്റു ട്രോഫി വള്ളംകളി അത് കുറേ ബോട്ട് ക്ലബ്ബുകളും അവർക്കിടയിലെ മത്സരവുമാണ്. അതിന് വലിയൊരു മത്സരത്തിൻ്റെ പാരമ്പര്യം, വാശി, ആവേശമൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങ് ആറന്മുളയിലേക്ക് വരുമ്പോൾ അത് ആറന്മുളക്കാരുടെ പാരമ്പര്യവും വിശ്വാസവും ഒക്കെ ഇട കലർന്നിരിക്കുന്നു. അവരുടെ ഭക്തിയുമായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. ആറന്മുള ക്ഷേത്രത്തെ, ആ ക്ഷേത്രത്തിൻ്റെ മായുള്ള ഭക്തിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു വള്ളംകളിയാണ് പമ്പയാറ്റിൽ ആറന്മുളയിൽ നടക്കുന്ന ഉത്രട്ടാതി വള്ളംകളി. ആറന്മുളക്കാരുടെ, പത്തനംതിട്ടക്കാരുടെ ഓണാഘോഷങ്ങൾ അവസാനിക്കുന്നത് ആറന്മുള വള്ളംകളിയോടുകൂടിയാണ്. അവർ എല്ലാ ആഘോഷങ്ങളും സമാപിക്കുന്നത്. അവർക്കൊരു വിശ്വാസം കൂടി ചേർന്നതാണ് ഈ ഒരു മത്സരം എന്നതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ പാരമ്പര്യം, അവരുടെ സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമാണ്. വ്രതശുദ്ധിയോടുകൂടി ഏറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഈ ഒരു മത്സരങ്ങളിലേക്ക് ആളുകൾ എത്തുന്നത്. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് പൊതുവിൽ ഈ ആറന്മുള വള്ളംകളിക്ക്, ഉത്രട്ടാതി വള്ളംകളിക്ക് എത്താറ്. എന്തായാലും ഇത്തവണ ഈ ജലഘോഷയാത്രയിൽ 51 പള്ളിയോടങ്ങളുണ്ട്. പക്ഷേ മത്സര വിഭാഗത്തിൽ A-B ബാച്ചുകളിലായി 50 പള്ളിയോടങ്ങളാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ഈ മത്സരം അത് വാശിയേറിയ ഒരു മത്സരമാണ്. പതിവിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണ നെഹ്റു ട്രോഫി മാതൃകയിൽ നിശ്ചിത സമയക്രമമൊക്കെ പാലിച്ചുകൊണ്ടുള്ള മത്സരമാണ് നിലവിൽ നടത്തുന്നത്. ആദ്യം B ബാച്ച് പള്ളിയോടങ്ങളുടെയും പിന്നീട് A ബാച്ച് പള്ളിയോടങ്ങളുടെയും മത്സരമാണ് നടക്കുക. ഓരോ ബാച്ചിലും വിജയികൾക്ക് മന്നൻ ട്രോഫി സമ്മാനമായി നൽകും. ഈ പ്രൗഢിയും പാരമ്പര്യമൊക്കെയുള്ള മന്നൻ ട്രോഫിക്ക് വേണ്ടി തന്നെയാണ് ആറന്മുളയിൽ ഈ ഒരു മത്സരം നടക്കുന്നത്. മത്സരത്തിനൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഭക്തിയും വിശ്വാസവും ഒക്കെ ഇടകലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു തീവ്ര മത്സര ബുദ്ധി എന്നതിനപ്പുറത്തേക്ക് തങ്ങളുടെ പാരമ്പര്യവും വിശ്വാസവും സംസ്കാരവും ഒക്കെ നിലനിർത്താനുള്ള ആറന്മുളക്കാരുടെ ഈ പമ്പാ നദിയുടെ തീരങ്ങളിലുള്ള ഓരോ ദേശങ്ങളുടെയും ഒരു ശ്രമം കൂടിയാണിത്. നേരത്തെ സൂചിപ്പിച്ച പോലെ നെഹ്റു ട്രോഫി വള്ളംകളി കുറേ ബോട്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരമാണെങ്കിൽ ഇവിടെ മത്സരിക്കുന്ന കരക്കാരാണ്, ഓരോ ദേശക്കാരാണ്. ഓരോ ദേശത്തിനും അവരുടെ പ്രൗഢിയും പാരമ്പര്യവും സംസ്കാരവും എല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് തിരുവാറന്മുളയപ്പൻ്റെ മുന്നിൽ ഒരു വഴിപാട് പോലെ കൂടിയാണ് അവർ ഈ ഒരു പമ്പാ നദിയിൽ ഇത്തരത്തിൽ ഒരു വഞ്ചിയിലേറി ഒരു മത്സരത്തിൻ്റെ ഒക്കെ ഭാഗമാകുന്നത്. പരമ്പരാഗത വസ്ത്രമണിഞ്ഞ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പരമ്പരാഗത വസ്ത്രമണിഞ്ഞ് മുണ്ടെടുത്ത് തലക്കെട്ട് കെട്ടി ഒപ്പം തന്നെ ഈ വ്യത്യസ്ത നിറത്തിലുള്ള കൊടകളൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് ഈ ഒരു മത്സരം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ആ വഞ്ചിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മാല കാണാം, ആ മാല ഇങ്ങനെ ചാർത്തിരിക്കുന്നത് കാണാം. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകം സമ്മാനവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അങ്ങനെ A ബാച്ച്, B ബാച്ച്, അങ്ങനെ 2 പള്ളിയോടങ്ങൾ, 2 വിഭാഗം പള്ളിയോടങ്ങളായിട്ടാണ് ഈ മത്സരവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ ചെറുവള്ളങ്ങൾ, വഞ്ചികൾ B ബാച്ചിലും കുറച്ചധികം വലുപ്പമുള്ള 100 സെൻറ്റിമീറ്റർ അധികം ഉയരമുള്ള വള്ളങ്ങൾ A ബാച്ചിലും പെടുന്ന രീതിയിലാണ് ഈ മത്സരമൊക്കെ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സെമി ഫൈനലിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യുന്ന പള്ളിയോടങ്ങളാണ് ഫൈനലിലേക്ക് പങ്കെടുപ്പിക്കുക. അങ്ങനെ 5ഓളം പള്ളിയോടങ്ങൾ ഫൈനലിൻ്റെ ഭാഗമാകും 2 ബാച്ചിൽ നിന്നും. എന്തായാലും പിന്നീട് ലൂസേഴ്സ് ഫൈനൽ ഉൾപ്പെടെ നടക്കും. എന്തായാലും ഈ ട്രോഫിക്ക് വേണ്ടി തന്നെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അതുതന്നെയാണ് ഇവരുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. പക്ഷേ അതിനൊപ്പം തന്നെ പാരമ്പര്യം, സംസ്കാരവും ഒക്കെ കാത്തു സൂക്ഷിക്കുക എന്ന വലിയൊരു ലക്ഷ്യം ഇവർക്ക് ഇങ്ങനെ പമ്പാ നദിയുടെ ഓളങ്ങളെ വെട്ടിച്ച് തുഴയെറിയുമ്പോഴുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഉത്രട്ടാതി വള്ളംകളി മത്സരം ആരംഭിക്കും. ആദ്യം B ബാച്ച് മത്സരങ്ങളായിരിക്കും ഉണ്ടാകും, അതിനുശേഷം A ബാച്ചിൻ്റെയും ആയിരിക്കും. എന്തായാലും നിലവിൽ ഈ പള്ളിയോടങ്ങൾ അതിൻ്റെ തയ്യാറെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് മന്ത്രി വീണ ജോർജ് ഫ്ലാഗ് ഓഫ് ചെയ്തതിനു ശേഷമുള്ള ഈ പള്ളിയോടങ്ങളുടെ ഘോഷയാത്രയാണ്. ഘോഷയാത്രയായി ഈ മത്സരം ആരംഭിക്കുന്ന കടവിലേക്ക് ഓരോ പള്ളിയോടങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ ലൈനായി അണിനിരുന്നായിരിക്കും 2:30-3 മണിയോടുകൂടി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ആരംഭിക്കുക. ഈ വള്ളംകളിക്ക് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട്, വർഷങ്ങളുടെ പഴക്കമുണ്ട്. അങ്ങനെ വലിയൊരു പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒക്കെ കൂടി ഭാഗമാണ് ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്ത് പമ്പാ നദിയിൽ നടക്കുന്ന ഈ ജലമേള എന്ന് പറയുന്നത്. 52 പള്ളിയോടങ്ങൾ അണിനിരക്കുന്ന വള്ളംകളി തന്നെയാണ് ഈ പമ്പാ നദിയുടെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രി വീണ ജോർജാണ് ഇത്തവണത്തെ വള്ളംകളി ഉദ്ഘാടനം നിർവഹിച്ചത്. അവർ തന്നെയാണ് ഈ ജലമേള ഫ്ലാഗ് ഓഫ് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ആറന്മുള ജലഘോഷയാത്ര, ആറന്മുള ഉത്രട്ടാതി ജലമേളയോടനുബന്ധിച്ചുള്ള ജലഘോഷയാത്രയാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ പള്ളിയോടങ്ങൾ ഒന്നൊന്നായി
ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റ് ആയ സത്രക്കടവിൽ നിന്ന് ആറന്മുള ക്ഷേത്രത്തിനോട് ചേർന്ന സത്രക്കടവിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഇനി മത്സര വള്ളംകളിയിലേക്ക് കടക്കാൻ വേണ്ടി സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ അങ്ങനെ ഓരോ റൗണ്ടായി 4 or 5 വള്ളങ്ങൾ വെച്ച് ജലഘോഷയാത്രയിൽ ഒന്നിനു പിന്നാലെ ഒന്നായി അങ്ങനെ തുഴഞ്ഞു നീങ്ങുകയാണ്. അവർ കിഴക്ക് ദിശയിലേക്കാണ്, പമ്പയാറ്റിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കൻ ദിശയിലേക്കാണ് തുഴഞ്ഞു പോകുന്നത്. അതിനുശേഷം തിരിച്ച് മത്സരത്തിന്റെ ഭാഗമായി ഓരോ ഹീറ്റ്സിൽ തുഴഞ്ഞെത്തും. ഈ മത്സരം എന്ന് പറയുമ്പോൾ തന്നെയും ആ തുഴച്ചിലിന് ഒപ്പം പാട്ടിന് ഒപ്പം അമരത്തിന്റെയും ഒപ്പം കൂമ്പിന്റെയും ഒക്കെ അലങ്കാരങ്ങൾക്ക് ഈ തുഴച്ചിൽക്കാരുടെ വേഷത്തിന് എല്ലാം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു പക്ഷേ നെഹ്റു ട്രോഫിയിലൊന്നും കണ്ടിട്ടില്ലാത്ത വിധം വ്യത്യസ്തമായി ഈ മുത്തുക്കുടകളൊക്കെ പള്ളിയോടത്തിന്റെ ഭാഗമാണ്. ആ മുത്തുക്കുടകൾ കറക്കിയാണ്, ഒപ്പം ഇടിക്കുന്ന താളത്തിനൊപ്പം ആ പാട്ടുപാടി ഒരേ താളത്തിൽ തുഴ വെച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലൊരു മത്സര സ്വഭാവത്തിനപ്പുറത്തേക്ക് അതൊരു താളത്തിന്റെ മാർക്കിടൽ കൂടിയാണ് ഈ ആറന്മുളയിലെ ജലമേള എന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.